മനുഷ്യജീവിതം എപ്പോഴും ശൂന്യതകളെ കൊണ്ട് നിറഞ്ഞതാണ്. എന്നാൽ മനുഷ്യൻ്റെ പ്രയത്നങ്ങൾ ആ ശൂന്യതകളെ മാറ്റുവാൻ പലപ്പോഴും പര്യാപ്തമാകുന്നില്ല. നമ്മുടെ പ്രയത്നങ്ങൾ കൊണ്ട് നമ്മുടെ ശൂന്യതകളെ പരിഹരിക്കപ്പെടാം എന്ന് നമ്മൾ ചിന്തിക്കുമ്പോൾ പലപ്പോഴും അത് പരാജയത്തിലേക്ക് അവസാനിക്കുന്നതായിട്ട് നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയുന്നുണ്ട്. എന്നാൽ ജീവിതത്തിൽ ശൂന്യതകളെ മാറ്റാൻ യേശു കർത്താവിന് കഴിയും. യേശു കർത്താവിൻ്റെ ശിഷ്യന്മാർ കടലിൽ വല വീശുമ്പോൾ രാത്രി മുഴുവനും അധ്വാനിച്ചു, അവർക്കൊന്നും കിട്ടിയില്ല. യേശു അടുത്ത് വന്നിട്ട് അവരോട് ചോദിക്കുന്നു, കുഞ്ഞുങ്ങളെ, കൂട്ടുവാൻ വല്ലതുമുണ്ടോ? അവർ പറഞ്ഞ മറുപടി, ഒന്നുമില്ല, ഒന്നും കിട്ടിയില്ല. ആ മറുപടി അവരുടെ ശൂന്യതയെ വെളിപ്പെടുത്തുന്നതായിരുന്നു. യേശു കർത്താവ് പറഞ്ഞു, നിങ്ങളുടെ പടകിന്റെ വലതുഭാഗത്തേക്ക് വല വീശുക. അവിടെ നിങ്ങൾ ഇങ്ങനെ വായിക്കുന്നു, ആ വലയിൽ പെരുത്ത മീൻകൂട്ടം ലഭിച്ചു എന്ന് നമ്മൾ വായിക്കുന്നു. മനുഷ്യന്റെ ശൂന്യതകളെ പരിഹരിക്കാൻ യേശു കർത്താവിന് കഴിയും. ഒറ്റ കാര്യം മാത്രം നാം ചെയ്യുക. നമ്മൾ യേശു കർത്താവ് പറയുന്ന വാക്ക് അനുസരിക്കാൻ നമ്മൾ തയ്യാറായാൽ നമ്മുടെ ശൂന്യതകളെ പരിഹരിക്കാൻ യേശുവിന് കഴിയും. നമ്മൾ എത്ര പ്രയത്നിച്ചിട്ടും നമ്മുടെ ശൂന്യതകൾക്ക് ഒരു പരിഹാരം ലഭിക്കുന്നില്ലെങ്കിൽ യേശു കർത്താവിന് നിങ്ങളുടെ ശൂന്യതകളെ മാറ്റാൻ, നിങ്ങളുടെ ശൂന്യതകളെ പരിഹരിക്കാൻ യേശു കർത്താവിന് കഴിയും. യേശു പറഞ്ഞു, സ്തോത്രം, നിങ്ങളുടെ ശൂന്യതകൾ എന്തു തന്നെയായാലും ഞാനതിനെ പരിഹരിക്കും. സ്തോത്രം. യേശു പറഞ്ഞു, നിങ്ങളുടെ പടകിന്റെ വലതുഭാഗത്തേക്ക് വല വീശുക. ആ പടകിനകത്ത് പെരുത്ത മീൻകൂട്ടം ലഭിച്ചു. ഒരുപക്ഷെ ഇന്ന് പകലിൽ, ഇന്ന് രാത്രിയിലും എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, നിങ്ങളുടെ കരം ഒരുപക്ഷെ ശൂന്യമായിരിക്കാം, നിങ്ങളുടെ പേഴ്സ് ഒരുപക്ഷെ ശൂന്യമായിരിക്കാം, നിങ്ങളുടെ ഭവനം ഒരുപക്ഷെ ശൂന്യമായിരിക്കാം, നിങ്ങളുടെ ഹൃദയം വേദനകളാൽ ഒരുപക്ഷെ ശൂന്യപ്പെട്ട് പ്രയാസപ്പെട്ടിരിക്കാം, ഒരുപക്ഷെ നിങ്ങളുടെ വീട്ടിനകത്ത് ശൂന്യതകളായിരിക്കാം. ഏതു ശൂന്യതകളെയും പരിഹരിക്കുവാൻ യേശുവിന് കഴിയും. ഒറ്റ കാര്യം, യേശുവിൻ്റെ വാക്ക് നിങ്ങൾ അനുസരിക്കാൻ തയ്യാറായാൽ യേശു നിങ്ങളുടെ ശൂന്യതകളെ പരിഹരിക്കും. യേശുവിനത് കഴിയും. ഏതു ശൂന്യതകളെയും പരിഹരിക്കാൻ യേശുവിന് കഴിയും. സ്തോത്രം. ബൈബിളിൽ ഒരു വാക്യം ഇങ്ങനെയുണ്ട്, ഒരു വിധവയായ സ്ത്രീയുടെ മകൻ, അവൻ മരണപ്പെട്ടു പോയി. ഏക ആശ്രയമായിരുന്ന ഒരു മകൻ, ആ മകൻ മരണപ്പെട്ടു പോയി. യേശു ആ ഭവനത്തിലേക്ക് ചെന്നിട്ട് ആ മകനെ ഉയർപ്പിച്ച് ആ വിധവയായ അമ്മയ്ക്ക് മകനെ തിരിച്ചു കൊടുത്തു. ആ ഭവനത്തിൻ്റെ ശൂന്യത മാറ്റാൻ യേശുവിന് കഴിഞ്ഞെങ്കിൽ നിങ്ങളുടെ ഭവനത്തിൻ്റെ ശൂന്യത മാറ്റാൻ യേശുവിന് കഴിയും. നിങ്ങളുടെ ഏത് ശൂന്യതകളെയും പരിഹരിക്കാൻ യേശുവിന് കഴിയും. ഇന്ന് ആമേൻ എന്നെ കേൾക്കുന്നവർ, യേശുവിൽ നിങ്ങൾ ആശ്രയിച്ചാൽ, ആ യേശുവിൻ്റെ വാക്ക് നിങ്ങൾ ശ്രദ്ധിച്ചാൽ ശൂന്യതകൾ പരിഹരിപ്പാൻ യേശുവിന് കഴിയും. ഒരു നിമിഷം നമുക്ക് കണ്ണുകളടയ്ക്കാം. എന്നെ ശ്രദ്ധിക്കുന്ന പ്രിയപ്പെട്ടവരെ, ഞാൻ നിങ്ങൾക്ക് ഉറപ്പായി ഒരു വാക്ക് തരുന്നു, ശൂന്യതകളെ പരിഹരിക്കാൻ യേശുവിന് മാത്രമേ കഴിയുകയുള്ളൂ. നമ്മുടെ ശൂന്യതകൾ എന്തു തന്നെയായാലും ആ യേശുവിൻ്റെ അടുക്കിലേക്ക് നമ്മൾ ചെന്നാൽ അതിനെ പരിഹരിക്കാൻ യേശുവിന് കഴിയും. ഒരു നിമിഷം നമ്മുടെ കണ്ണുകളടയ്ക്കാം, നമുക്ക് പ്രാർത്ഥിക്കാം. പരിശുദ്ധ പിതാവേ, എന്നെ ശ്രദ്ധിച്ച ഞങ്ങളുടെ പ്രിയപ്പെട്ടവർക്കായിട്ട് പ്രാർത്ഥിക്കുന്നു. അവരുടെ ഭവനത്തിനകത്ത് ഏത് ശൂന്യതകളായാലും, ഒരുപക്ഷെ സാമ്പത്തിക ശൂന്യതയുടെ നടുവിലൂടെ കടന്നു പോകുന്നവരായിരിക്കാം, കുടുംബത്തിനകത്ത് ഏത് ശൂന്യതകളിലൂടെ കടന്നു പോകുന്ന വ്യക്തിയായാലും, ഒരുപക്ഷെ ബിസിനസ്സിൽ ശൂന്യപ്പെട്ട വ്യക്തിയായിരിക്കാം, സാമ്പത്തികമായി ശൂന്യത അനുഭവിക്കുന്നവരായിരിക്കാം, കർത്താവെ ഭവനത്തിനകത്ത് ശൂന്യത അനുഭവിക്കുന്നവരായിരിക്കാം. ഏത് വ്യക്തിയായാലും ഇന്ന് പകലിൽ ആ ശൂന്യതകളെ പരിഹരിച്ച് സ്വർഗ്ഗക്ക് വിശാലത വരുത്തുവാൻ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ദൈവകരങ്ങളിലേക്ക് ഈ പ്രിയപ്പെട്ടവരെ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. യേശുവിൻ്റെ നാമത്തിൽ അവരെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. അവിടുന്ന് പ്രാർത്ഥന കേട്ടതിനായി നന്ദി. യേശു ക്രിസ്തുവിൻ നാമത്തിൽ തന്നെ. താങ്ക് യു. ഗോഡ് ബ്ലസ് യു. ദൈവം നിങ്ങളെല്ലാം ധാരാളമായി അനുഗ്രഹിക്കട്ടെ. യേശു ശൂന്യതകളെ പരിഹരിക്കുന്ന ദൈവമാണ്. ഗോഡ് ബ്ലസ് യു.